ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എ ലേസി ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ ഒരു കണ്ടൻറ്റ്. അതായത് മടി പിടിച്ചിരിക്കുന്ന എൻ്റെ ഒരു കാര്യം. ഇതിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഫുഡ് അടിയാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഫെബ്രുവരി 1 തൊട്ട് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സീരീസ് എനിക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ രാവിലെ എണീറ്റ ചായക്കൊപ്പം ഒരു ബണ്ണ്. എൻ്റെ ചായ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, കാരണം ഞാനൊരു ചായ പേഴ്സണാണ്. അപ്പോൾ എനിക്ക് ചായയും ഇങ്ങനെയൊക്കെ മുക്കി ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബണ്ണ്, ബിസ്ക്കറ്റ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ചായയും ബണ്ണൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഫോണിൽ കളിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കാം. പ്രത്യേകിച്ച് ഇന്നൊന്നും ചെയ്യാനുള്ള മൂഡില്ല. എങ്കിലും ഞാൻ മനസ്സിലിങ്ങനെ ഒരു അപ്ഡേറ്റ് കണക്ക് ഡെയിലി മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം എന്നൊരു മൈൻഡുണ്ട്. കുറേയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കങ്ങ് വിശന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചപ്പാത്തി കഴിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഫ്ലവർ വേസിൽ ആ ഒരു പോട്ടിൻ്റെ അവിടെ നമുക്കൊന്ന് കളർ അടിച്ചൊന്ന് സെറ്റ് ചെയ്യാമെന്ന്. ഞാൻ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വൈറ്റും കൂടെ അടിച്ച് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ അത് നടന്നില്ല ഗൈസ്. പിന്നെയും കുറേ നേരം കിടന്ന് അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്. അപ്പം അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് സ്വാഭാവികമാണല്ലോ, ഒരു മയക്കമാണല്ലോ. എൻ്റെ ഗൈസിന് പ്രത്യേകിച്ചൊന്നുമില്ല, മൊത്തം മടി. എന്നാൽ ഫുഡ് അടിക്ക് കുറവുണ്ടോ? അതുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വെയിറ്റ് ലോസ് ജേണി ഇങ്ങനെ ചെയ്യാമെന്ന് മനസ്സ് വിചാരിക്കുന്നു. കാരണം വെയിറ്റൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഡ്രസ്സൊക്കെ ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല. അതുകൊണ്ടൊന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ചൊന്ന് ഡയറ്റ് സെറ്റാക്കുമ്പോഴേക്കും ബിരിയാണിക്ക് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഗൈസ് ഒന്ന് കഴിക്കാൻ പറ്റുന്നത്? ഓക്കെ, എന്നെ പോലെയാണോ നിങ്ങളും? ഓക്കെ, അപ്പം ബിരിയാണിക്കൊപ്പം പപ്പടം മാത്രം എടുത്ത് ഫുഡ് അടിക്കുക. സലാഡും കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്യ. അപ്പം ഇത് കഴിച്ചിട്ട് പിന്നെ ഉറക്കമായിരിക്കും. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഹാളിൽ കിടന്ന് മറ്റേ ട്രൈപോഡ് നോക്കി ഇനി എന്തൊരു ചെയ്യും പിള്ളേച്ച എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യും, എന്തോ ചെയ്യും. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റൂം മേക്ക് ഓവർ ചെയ്യാം. അപ്പോൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് കബോർഡൊന്ന് ഓപ്പൺ ആക്കാം. അയ്യോ, സാധാരണ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നാലും ഞാൻ ഈ ഷെൽഫൊന്നും ഓപ്പൺ ചെയ്യത്തില്ല. കാരണം ഡ്രസ്സ് ഓൾറെഡി ഞാൻ കൊണ്ടുവന്നങ്ങ് യൂസ് ചെയ്യും. ഇത് മുമ്പത്തെ ഡ്രസ്സും കല്യാണത്തിന് മുമ്പത്തുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇതായതൊന്ന് മടക്കട്ടെ കേട്ടാ, ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ, അങ്ങനെ റൂം മേക്ക് ഓവറൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് ഉൾപ്പെടുത്താം. പക്ഷേ ഇന്ന് എനിക്കതിനുള്ള ത്രാണിയില്ല. ഞാൻ എല്ലാം മടക്കി ആ 2 കബോർഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഉറങ്ങണം. അതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്. അത് പിന്നെ ഷൂട്ട് ചെയ്തില്ല, കാരണം ഫോൺ ചാർജിലാക്കി വെച്ചിട്ടാണല്ലോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചു. ബൈ.